അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളിലും പരിഗണിക്കുക പാർട്ടിയെ സംബന്ധിച്ച് പ്രായോഗികമല്ല. പക്ഷേ എന്നാൽ കൂടി കുറേയേറെ സീറ്റുകളിലൊക്കെ അത് നടത്തിയെടുക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് സംസ്ഥാനത്തുടനീളം പോകുമ്പോൾ യുവജന പ്രാതിനിധ്യവും അല്ലെങ്കിൽ അവരുടെ മത്സര പ്രചരണ രംഗത്തുള്ള ഒരു സാന്നിധ്യമൊക്കെ? സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പയിൻ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പൂർത്തീകരിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത് ഇന്ന് കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ യുവജന പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അരിഞ്ഞിക്കലിൽ വൈശാലിനും മറ്റുമൊക്കെ സീറ്റൊക്കെ ലഭിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ജില്ലയിലുടനീളം സംസ്ഥാനത്തുടനീളം മതിയായ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസിനും മറ്റു യുവജനങ്ങളും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് നിലവിൽ അതെങ്ങനെ? അല്ല, അതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു. അത് പാർട്ടിക്കകത്ത് നടത്തിയ ഒരു പ്രതികരണം കൂടിയാണ്. ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തിയ ഒരു പ്രതികരണമാണ്. അതിനെ തുടർന്ന് ഒരുപാട് സീറ്റുകളിൽ മാറ്റം വന്നു. ഒരുപാട് ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളായി. വൈശാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിന് ശേഷമുള്ള ദിവസങ്ങളാണ് സ്ഥാനാർത്ഥികളായിട്ട് കടന്നു വന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളിലും പരിഗണിക്കുക പാർട്ടിയെ സംബന്ധിച്ച് പ്രായോഗികമല്ല. പക്ഷേ എന്നാൽ കൂടി കുറേയേറെ സീറ്റുകളിലൊക്കെ അത് നടത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി അത്തരത്തിലുള്ള പരാതികൾക്ക് സ്വാഭാവികമായും ഉള്ള അവസരമില്ല. അതിനേക്കാൾ വലിയ പരാതി ജനങ്ങൾക്ക് ഇപ്പോൾ ഈ നാട്ടിൽ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ജനങ്ങളുടെ പരാതിക്കാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അത്ര അമിതമായ പരിഭവങ്ങളും പരാതികളുമില്ല. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ആരെങ്കിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ സജീവമായി തന്നെ ഈ ദിവസങ്ങളിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സജീവമായി പ്രചരണ രംഗത്ത് ഇറങ്ങും. വൈശാൽ, എങ്ങനെയുണ്ട് വോട്ടർമാരെ സമീപിക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു യൂത്ത് എന്ന നിലയിൽ ആൾക്കാരെങ്ങനെ കാണുന്നു? വളരെ മികച്ച പ്രതികരണമാണുള്ളത്. ആളുകളുടെ അടുത്ത് പോകുമ്പോൾ ആളുകൾ പോസിറ്റീവായ റെസ്പോൺസാണ് നൽകുന്നുള്ളത്. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പഞ്ചായത്ത് തികച്ചും രാഷ്ട്രീയപരമായ അതിരുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഒരു 15 വർഷം മുമ്പേ കോഴിക്കോട് കോർപ്പറേഷനോട് വേണ്ടി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നികുതി വർദ്ധിച്ചു എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ഉപകാരം ഉണ്ടായിട്ടില്ല. കാരണം കോർപ്പറേഷനായി മാറുമ്പോൾ യാതൊരുവിധ വൻകിട പദ്ധതികളും ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള 6 വാർഡുകളും വന്നിട്ടില്ല. കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രചരണ രംഗത്ത് അവർ സജീവമാണ്. മാത്രമല്ല യുവജന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പല വാർഡുകളും പിടിച്ചെടുക്കാൻ കൂടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.